ശരിക്കും പറയുന്നത് വേറെ തമാശ പറയാം. നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്ലോക്കിലായിട്ട് പറയല്ലേ, നിന്റെ തന്ത ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. എൻ്റെ തന്തയാണ് ആദ്യം കാണുന്നത്. അങ്ങനെയൊന്നും ഈ ആവശ്യമില്ലാതെ ഒന്നും പറയുന്നു വേണ്ട. ശരിക്ക് ദാസേട്ടൻ പാടിയിട്ട് ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ട് പാടിയ ആദ്യത്തെ പാട്ട് ഏതാ? എല്ലാ പാട്ടും ഇൻട്രസ്റ്റാണ്. അതിൽ ആദ്യത്തെയാണ് ഞാൻ ചോദിച്ചത്. ആദ്യം മുതൽ അവസാനം വരെ ഇൻട്രസ്റ്റാണ്. എന്നാലും ഒരു പാട്ടിനോടൊരു പ്രത്യേക സ്നേഹം ചിലപ്പോൾ അങ്ങനെ ഒന്നുമില്ല. എല്ലാ പാട്ടിനോടും എല്ലാ പാട്ടും ഇഷ്ടമാണ്. എങ്ങനെയാണ് ദാസേട്ടൻ പാട്ട് പഠിപ്പിക്കുന്നത്? ഇങ്ങനെ സ്വാമി ഇങ്ങനെ അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ലെന്ന് പാടിക്കൊടുക്കും, അവിടെ പാടും. അതെങ്ങനെയാണ്? ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൊതിയാണ്. അതിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല സ്വാമി. ഒരു പാട്ടൊന്ന് പഠിപ്പിച്ചു കൊടുത്ത ദാസേട്ടനൊന്ന് ഇപ്പം ചിലപ്പോൾ അങ്ങനെ പാടും. അതെല്ലാം പാടും. ഒരെണ്ണൊന്ന് പറഞ്ഞു കൊടുത്തു. എന്ത് പാട്ട് പാടണം? ഏതെങ്കിലും സ്വാമിക്ക് മനസ്സിൽ തോന്നുന്നത്, സ്വപ്നങ്ങളോ? എന്നെ കൊണ്ട് പാടാൻ കഴിയാവുന്ന ഒരു പാട്ട് പറയും. സ്വാമി ഉണ്ടാക്കിയ പാട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് വെച്ചാൽ അല്ല, അങ്ങനെയല്ലേ. അതായത് സ്വപ്നങ്ങൾ സ്വാമി പറഞ്ഞു തന്നതിൻ്റെ എന്തെങ്കിലും ബാക്കി കിടക്കുന്ന സ്വാമി പറഞ്ഞു തന്നിട്ടല്ലേ എനിക്ക് ബാക്കിയുള്ളൂ. അതെ, ഞാൻ പാടിക്കൊള്ളൂ. പിടിച്ചോളൂ. സ്വപ്നങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ ഇതൊക്കെ അതിൻ്റെ ആ ഓരോ എന്താ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന പോലെ പറഞ്ഞു തരാനുള്ള, അത് ഉണ്ടാക്കുകയും ചെയ്യും, അതേസമയം അത് പറഞ്ഞു തരാനുള്ള ഒരു ഇതും കൂടിയാണ്. ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്ന് നടന്നിരുന്നത്. ഇപ്പോൾ സ്വാമിയുടെ പാട്ട് കേൾക്കുമ്പോൾ എന്താണെന്നറിയാം, ഇത് സ്വാമിജിയുടെ എന്ന് പറയാം. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ല, ഞാൻ ചെറുപ്പത്തിൽ 47 വയസ്സുള്ളപ്പോൾ പാടിയ, അതെനിക്ക് സ്വാമിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അത് സ്വാമിയുടെ തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതായത് വന്ദേ മാതരം വാഴ്ത്തിയ മുനിയെ, ചിലപ്പോൾ സ്വാമി അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തായിരിക്കും ആ സമയത്ത് വേണ്ടി. അല്ല, ഇതൊക്കെ എനിക്ക് ഓർമ്മയില്ല. അതെ ആണോ? എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ അച്ഛനും അഭേദ നാടകത്തിന് അങ്ങയുടെ പേര് മുൻഷി എഴുതിയ പരമുള്ള, ഇത് മുൻഷി സാർ എഴുതിയ പാട്ട്. അങ്ങയുടെ ഡ്രാമയ്ക്ക് 3 ഡ്രാമ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ട പാട്ടാ. ശരണരായി സ്വാതന്ത്ര്യഹീനരായി മരുവിയ ഹരിജനോദ്ധാരകനേ, ശാന്തിനികേതനനെ, ശാശ്വതരൂപനെ, സച്ചിദാനന്ദ ദായകനേ, വന്ദേ മാതരം വാഴ്ത്തിയ മുനിയേ. പോരെ? അന്ന് ഈ പച്ചിലയും കത്രിയും പോലെയാണ് അച്ഛൻ പാടുന്നത്. അത്ര അടിച്ചു കൊടുത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് വീഴും. അതെ, പൊൻവെയിൽ മണിക്കച്ച അതൊക്കെയുണ്ട്. ഒന്ന് പഠിക്കാം. പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, മണിക്കച്ചയഴിഞ്ഞു വീണു. ആ അഴിഞ്ഞ പോലെ വീണു. അതാ, അവിടെയാണ് സ്വർണ്ണ പിതാംബരം ഉലഞ്ഞു വീണു. ഇനിയിപ്പോൾ അതൊരു വേറൊരു കമ്പോസിങ്ങിൽ പോവും. അല്ല, ഞാനെന്ത് ചെയ്യുന്നത്, സ്വാമി ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഞാനത് നോട്ട് ചെയ്യും. അങ്ങനെ ഈ നൊട്ടേഷൻ എഴുതാനും ഞാൻ പഠിച്ചത് സ്വാമിയുടെ അവിടെ നിന്നാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ നൊട്ടേഷൻ എഴുതാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ സ്വാമി ഇങ്ങനെ ഒരു പ്രാവശ്യം പാടി രണ്ടാമത്തിന് വേറെ വരുവേ. അപ്പോൾ സ്വാമി ഇത് നമുക്ക് റെക്കോർഡ് ചെയ്ത് തീർക്കേണ്ടതാണ്, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും സംഗതികളെ. ഈ അതാണ് അതിൻ്റെ ഇതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു സംഗതിയിൽ തന്നെ കട്ടിച്ച് വിഷ്ടിച്ചാണ് ഇപ്പോൾ വരാണ്ടിരിക്കുന്നത് ഓരോരുത്തർക്ക്. ഞാൻ കുറ്റം പറയാമല്ലോ. അതായത് ആ ബേസിക് നോളജ്, അതായത് എവിടെ എന്ന് മുതൽ തുടങ്ങിയാണ് ആ വൈക്കത്ത് കിടന്ന് പല സംഗീതവും കേട്ട് 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 ഊറി ഉണ്ടായിട്ടുള്ളതാണിത്. ഇതിനൊക്കെ ഒന്നും നമുക്കൊരു ഇതൊന്നും പറയാനൊക്കെ ഇപ്പോൾ ഇരുത്തിക്കൊണ്ട് പറയല്ല. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ഇന്നും ചെറിയ എൻ്റെ അനിയന്മാർ പാടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പറയുന്നത് എന്താ, ആശേട്ടന് കിട്ടിയ ഭാഗ്യം. അവരൊക്കെ നന്നായിട്ട് പാടാൻ കഴിവുള്ളവരാണ്
എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചാ പൂ ചീ പീ പ്യൂ പാ കാച്ചി. ഇതിന് സാമൂഹിക ആവശ്യം എന്തിനാ? ഒരു സംഗതി ഒന്ന് കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കണം. ഒരു പ്രോഗ്രാമിന് അമേരിക്കയിൽ വെച്ചിട്ട് ഞാൻ ഏതാണോ മരത്തിലെ പാട്ടല്ലേ 14 അത് കുറച്ച് ഫാസ്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു മെലഡി സോങ് ഞാൻ പാടി. എന്താണ് ഓമലാളെ കണ്ടു ഞാൻ, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്നുള്ള പാട്ട് പാടി. അതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് ശാപ്പാട് തന്ന വീട്ടിലെ അമ്മ പറഞ്ഞേ, സ്ത്രീ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ പാടണം. ഓ അപ്പോൾ ഇത് ഞാൻ മനസ്സിൽ വെച്ചിരുന്നു. ഞാനവിടെ ഈ ഓമലാളെ കണ്ടു ഞാൻ പാടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ഭക്ഷണം തന്ന ഒരു ചേച്ചിയുണ്ട്, ആരാണെന്നൊന്നും പറയില്ല. അവരെന്നോട് ഇങ്ങനൊരു സജഷൻ പറഞ്ഞ്, ഈ ഓമലാളെ കണ്ടു ഞാൻ തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിലൊന്ന് പാടാം, നിങ്ങളൊന്ന് പറയണം അത് നന്നായിട്ടുണ്ടോ എന്ന്, അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം ഞാൻ ഇങ്ങനെയാണ് പാടാറുള്ളത്, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, സാധാരണ അങ്ങനെ പാടി തീർത്തു. ഇനി അവരുടെ ആഗ്രഹം പോലെ ഓമലാളെ കണ്ടു ഞാൻ. അപ്പോൾ അയ്യോ ഇത് വേണ്ട, എന്നാൽ പിന്നെ ഇതാണ്. ചില ഭാഷകൾക്കും ചില സംഗീതത്തിനൊക്കെ ഒരു ക്രമങ്ങളൊക്കെ. അതെ, ഇത് വെറുതെ അങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു. അവിടെ ചോദിച്ചാൽ തീർന്നു. ഇത്രയൊക്കെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അല്ല സ്വാമി, ആ വീട്ടിൽ ചോദിച്ചാൽ അവർ മാത്രമല്ലേ അറിയുള്ളൂ. ഇതൊരു വേദിയിൽ പറയുമ്പോഴല്ലേ അത് ഞാൻ സമ്മതിക്കില്ല. ഇത് ഇളകണമെന്ന് പറഞ്ഞ അങ്ങനെ പാടിയല്ലേ കാണിച്ചേ. ഇളകി കാണിച്ചില്ലേ? ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം വരുമ്പോൾ അതാണ് ആവശ്യം. ഒരാൾ ഈ ഗ്രാമത്തിൻ്റെ വാതുക്കൽ, ഗ്രാമം 2 സൈഡുണ്ട്, അതിൽ ചുമ്മാ കുത്തിയിരിക്കുക ഒരാൾ. അപ്പോൾ ഒരാൾ വന്നു ധർമ്മം ചോദിച്ചു, ഇവിടുന്ന് 3-ാമത്തെ വീടില്ലേ അവിടെ ചെന്ന് ചോദിച്ചു, തരും എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ചെന്നു കൊടുത്തു. അടുത്ത ജന്മം. അപ്പോൾ അക്കാലത്തൊക്കെ എങ്ങനെ ചെന്നാൽ അടുത്ത ജന്മമായിട്ട് നമ്മൾ വീണ്ടും വരുമല്ലോ. അപ്പോൾ ഈ പൂർവ്വജന്മത്തിൻ്റെ വാസന വരും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ കഥയാണ് ഈ പറയണേ. അപ്പോൾ അടുത്ത ജന്മം വന്നാൽ ഉടനെ ഇങ്ങനെ ആളായിട്ട് പ്രസവിച്ച് വന്നു, കുട്ടിയായിട്ട് വന്നു നോക്കിയപ്പോൾ ഈ കാണിച്ച വിരലുണ്ടല്ലോ അതില്ല. അതില്ല. രണ്ടാമത്തെ ജന്മത്തിൽ അതില്ല. 2ാമത്തെ ജന്മത്തിൽ അത്രയും വന്നപ്പോൾ ഇയാൾക്ക് ഇത്രയും വയസ്സൊക്കെ ആകില്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നൊരാൾ കയറി വന്നു, വല്ലതും തരണേ എന്ന് പറഞ്ഞ ഉടനെ ഇയാൾക്ക് ഓർമ്മ വന്നു, ഇനി നമുക്ക് ജന്മം വേണ്ട. അപ്പോൾ ഈ ഒരു ഇത് വേണമെന്ന് പറഞ്ഞല്ലോ, എന്താ ഇളക്കം. അപ്പോൾ അയാൾക്ക് ഇത് ഓർമ്മ വന്നു. അങ്ങനെ കാണിച്ചപ്പോൾ ഇത് മാത്രം പോയല്ലോ. അപ്പോൾ അവിടെ ശരീരം മുഴുവനിട്ടാട്ടി ജന്മിച്ചില്ല. ജന്മമേ വേണ്ട. അങ്ങനത്തെ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം തന്നെ അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതല്ല, ഇത്രയും വിമർശപ്പെട്ട് ഇത് ആദ്യം പാടേണ്ടതൊക്കെ പാടി പിന്നീട് വീണ്ടും 2ാം പ്രാവശ്യം ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതിനുവേണ്ടി ഞാൻ പറഞ്ഞ. ഇപ്പം എന്തായാലും കാണിച്ചു പോയി, നമുക്ക് ക്ഷമിക്കാം. അതെ, അല്ല ക്ഷമിക്കണ്ട, അതിപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഓർമ്മ വന്നോളൂ. അല്ല ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ ഇങ്ങനെ കാണിച്ചോളാം. അപ്പോൾ അവർ വേറെ തെറ്റിദ്ധരിക്കരുത്. അല്ല എല്ലാവർക്കും മനസ്സിലാവും. ശരി. ഇനി ഇത് പ്രചാരമാവും. ആയിക്കോട്ടെ. ഇത് ഇനിയിപ്പോൾ നമ്മൾ അല്ല ഇനിയിപ്പോൾ ഇത് ഞങ്ങൾക്കൊരു സാധനം കിട്ടി കയ്യിൽ. കാരണം ഇനി പ്രോഗ്രാമിന് പോകുമ്പോൾ ആരെങ്കിലും ഇളകണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ച സാധനം